എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദ ലിറ്റ് ലാൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 1 കുംഭമാസം 17 നാളെ വരുന്ന ഒരു പ്രത്യേക യോഗത്തിൻ്റെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു യോഗത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ വരുന്നത് ത്രിപുഷ്കര യോഗമാണ്. അപ്പോൾ മാർച്ചിലും ഏപ്രിലിലും വരുന്ന ത്രിപുഷ്കര യോഗത്തിൻ്റെ സമയവും ഡേറ്റും ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്നാണ് കരുതുന്നത്. ഇനി ത്രിപുഷ്കര യോഗത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതെന്താണ് എന്നാദ്യം പറയാം. ത്രിപുഷ്കര യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തിഥി, ഒരു നക്ഷത്രം, ഒരു ദിവസം, ഒരു നക്ഷത്രം, ഒരു തിഥി, ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു അപൂർവ സംയോജനം വരുന്ന, ഒരു സംഗമം വരുന്ന ദിവസമാണ് ത്രിപുഷ്കര യോഗമുള്ള ദിവസം എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത്, ആ ഒരു യോഗം വരുന്ന ആ പ്രത്യേക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭമുഹൂർത്തമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നൂലേ? അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും 3 പ്രാവശ്യം, അതായത് ഒരു തവണ സംഭവിച്ചാൽ വീണ്ടും 2 തവണ കൂടി സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും ശുഭമായിട്ടുള്ള ആ മുഹൂർത്തമാണ് ത്രിപുഷ്കര യോഗമുള്ള മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ട നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 2 തവണ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ സമയത്ത് നമ്മളൊരു ചീത്ത കാര്യമാണ് ചെയ്യേണ്ടതെങ്കിൽ ആ ചീത്ത കാര്യമാണ് 2 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരിക. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ആ സമയം നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ നോക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വീണ്ടും അതൊരു 2 തവണ കൂടി ആവർത്തിച്ച് വരും എന്നാണ് പറയുന്നത്. നല്ല ഒരു കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മുഹൂർത്തത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ സ്വർണം, വെള്ളി, ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് അതിന് തിരഞ്ഞെടുക്കാം. വസ്തുവകകൾ വാങ്ങുന്നതിന് അതിന് തിരഞ്ഞെടുക്കുക. കന്നുകാലികളെ ഇഷ്ടമുള്ളവർ, കൃഷി ഇഷ്ടമുള്ളവർ, അതിന് ഓരോരുത്തർക്കും എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നത് ആ നല്ല കാര്യം വീണ്ടും ചിലപ്പോൾ ചെറിയ ചെറിയ നിമിഷങ്ങളായിരിക്കും, അല്ലേ? സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ ആയിരിക്കും. എന്ത് തന്നെയായാലും അത് ആ ഒരു സമയത്ത് നടന്നു കഴിഞ്ഞാൽ വീണ്ടും 2 തവണ കൂടി നമുക്കത് ആവർത്തിച്ച് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ നമുക്ക് വീണ്ടും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് കൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ സമയം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യം നമുക്ക് നാളത്തെ കാര്യം പറയാം. നാളെ മാർച്ച് 1, അത് ശനിയാഴ്ചയാണ്. പിന്നെ പൂരുരുട്ടാതിയും ശുക്ലപക്ഷ ദ്വിതീയയും കൂടി വരുന്ന ദിവസമാണ്. അപ്പോൾ ഈ 3 എണ്ണം, ഈ ശനിയാഴ്ച, പൂരുരുട്ടാതി നക്ഷത്രം, ശുക്ലപക്ഷ ദ്വിതീയ, ഇതിന് 3 കൂടി ഒരുമിച്ച് വരുന്ന ഒരു പ്രത്യേക സമയത്തിനെയാണ് നമ്മൾ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. നാളത്തെ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്, അതായത് ആ സമയം എന്ന് പറയുന്നത് 6:52 AM മുതൽ 11:22 AM വരെയുള്ള 4 മണിക്കൂർ 30 മിനിറ്റാണ് നാളത്തെ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. നാളത്തെ ത്രിപുഷ്കര യോഗത്തിന് കാരണമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ്, പിന്നെ തിഥി എന്ന് പറയുന്നത് ശുക്ലപക്ഷ ദ്വിതീയാണ്. അപ്പോൾ അതിൽ ഈ 4 മണിക്കൂർ 30 മിനിറ്റ് ആണ് ത്രിപുഷ്കര യോഗമുള്ള മുഹൂർത്തമായിട്ട് എടുക്കുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ മാത്രം ആ സമയത്ത് ചെയ്യുക. കഴിയുന്നതും അത് റിപ്പീറ്റായിട്ട് വരട്ടെ, സന്തോഷം റിപ്പീറ്റായിട്ട് വരട്ടെ. അതേപോലെ ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഏപ്രിൽ മാസത്തിലെ ത്രിപുഷ്കര യോഗ ദിവസങ്ങൾ പറയാം.
ഏപ്രിൽ 15-നാണ് ഇനിയൊരു ത്രിപുഷ്കര യോഗം വരുന്നത്. ഏപ്രിൽ 15 ത്രിപുഷ്കര യോഗത്തിന് കാരണമായിട്ടുള്ളത് ചൊവ്വാഴ്ച വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വിശാഖം നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വിതീയവും കൂടിയാണ് വരുന്നത്. ഈ 3 ദിവസം നക്ഷത്രം തിഥി ഒരുമിച്ച് വരുന്ന ഏപ്രിൽ 15-ന് 6:10 AM മുതൽ 10:55 AM വരെയുള്ള 4 മണിക്കൂർ 45 മിനിറ്റാണ് ഏപ്രിൽ 15 വരുന്ന ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത്. പിന്നെ ത്രിപുഷ്കര യോഗം വരുന്നത് ഏപ്രിലിന് ഏപ്രിൽ 20-ന് വരുന്നുണ്ട്. അതായത് സൺഡേ, അത് ഞായറാഴ്ച കൃഷ്ണപക്ഷ സപ്തമിയാണ് അന്ന് വരുന്നത്. ഉത്രാടമാണ് വരുന്നത്. അപ്പോൾ ഉത്രാടം ഞായറാഴ്ച കൃഷ്ണപക്ഷ സപ്തമി ഒരുമിച്ച് വരുന്നതാണ് ത്രിപുഷ്കര യോഗം അന്ന് ഉണ്ടാക്കുന്നത്. സമയം എന്ന് പറയുന്നത് 11:48 AM മുതൽ 7:01 PM വരെയുള്ള 7 മണിക്കൂർ 12 മിനിറ്റാണ്. അതാണ് ഏപ്രിൽ 20-ന് വരുന്ന ത്രിപുഷ്കര യോഗത്തിൻ്റെ സമയം എന്ന് പറയുന്നത് 11:48 AM മുതൽ 7:01 PM വരെയുള്ള സമയം. പിന്നെ ഏപ്രിലിൽ ഒരു തവണ കൂടി ത്രിപുഷ്കര യോഗം വരുന്നുണ്ട്. അത് ഏപ്രിൽ 29-നാണ്. അന്ന് ചൊവ്വാഴ്ച കാർത്തിക നക്ഷത്രം ശുക്ലപക്ഷ ദ്വിതീയ വരുന്ന ദിവസമാണ്. ചൊവ്വാഴ്ച കാർത്തിക നക്ഷത്രവും ശുക്ലപക്ഷ ദ്വിതീയ തിഥി ആയിട്ട് വരുന്ന ആ ദിവസത്ത് 5:58 AM മുതൽ 5:31 PM വരെയുള്ള 11 മണിക്കൂർ 32 മിനിറ്റ് സമയമാണ് ത്രിപുഷ്കര യോഗം നിലനിൽക്കുന്നത് ഏപ്രിൽ 29-ന്. അതായത് 5:58 AM മുതൽ 5:31 PM വരെയുണ്ട് അന്നത്തെ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. ഇതാണ് മാർച്ചിലെയും ഏപ്രിലിലെയും ത്രിപുഷ്കര യോഗം വരുന്ന ദിവസവും സമയവും പറയുന്നത്. ബാക്കിയുള്ളത് മെയ് മുതലുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ സമയം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളത്തെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. 4 മണിക്കൂർ 30 മിനിറ്റേ ഉള്ളൂ സമയം എന്ന് പറയുന്നത്, രാവിലെയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.